ഗുഡ് ഡേ ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെയേഴ്സ് തിയറത്തിൻ്റെ പ്രോബ്ലംസാണ്. ഓക്കെ, അതുമായി ബെയേഴ്സ് തിയറമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് നോക്കുന്നത്. There are two identical boxes containing respectively 4 white and 3 red balls, 3 white and 7 red balls. A box is chosen at random and a ball is drawn from it. Find the probability that the ball is white. Second, if the ball is white, what is the probability that it is from the first box? അതായത് രണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബോക്സ് ഉണ്ട്. അതിൽ ഒരു ബോക്സിൽ 4 വൈറ്റും 3 റെഡും, മറ്റേ ബോക്സിൽ 3 വൈറ്റും 7 റെഡ് ബോൾസും ഉണ്ട്. നമ്മൾ ഒരു ബോക്സ് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു റാൻഡമായിട്ട്. എന്നിട്ട് ഒരു ബോൾ സെലക്ട് ചെയ്യുന്നു, ഒരു ബോൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി എന്ത്? രണ്ടാമത്തത്, ഇഫ് ദ ബോൾ ഈസ് വൈറ്റ്, ബോൾ എന്താണ്, വൈറ്റ് ആണ്, അങ്ങനെയാണ് എങ്കിൽ അത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി എന്ത്? ഓക്കെ, ഈ ഒരു രീതിയിൽ, അതായത് ബോൾ വൈറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണെന്നൊക്കെ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് എപ്പോഴും എന്തായിരിക്കും? ബെയേഴ്സ് തിയറം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ട്രീ വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, അതായത് രണ്ട് ബോക്സ് ഉണ്ട്. ഞാൻ B1 B2 എന്ന് പറയുന്നു. B1 B2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്ന ഇവൻ്റാണ്. B1 വിത്ത് ദ ഇവൻറ്റ് ദാറ്റ് ചൂസിങ് ഫസ്റ്റ് ബോക്സ്. B2 എന്ന് പറയുന്നത് ഇവൻറ്റ് ദാറ്റ് ചൂസിങ് സെക്കൻഡ് ബോക്സ്. ഓക്കെ, B1 എന്ന ഇവൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോക്സിൽ സെലക്ട് ചെയ്യുക. B2 എന്ന് പറയുന്ന ഇവൻറ്റ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ബോക്സിൽ എന്തുണ്ട്? 4 വൈറ്റും അതുപോലെ തന്നെ 3 റെഡും ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ 3 വൈറ്റും ഉണ്ട്, 7 എന്തുണ്ട്? റെഡ് ബോൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു ട്രീ വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് നമ്മുടെ കയ്യിൽ എത്ര ബോക്സ് ഉണ്ട്? 2 ബോക്സ് ഉണ്ട്. B1ഉം B2 എന്ന് പറഞ്ഞ 2 ബോക്സ് ഉണ്ട്. ഈ B1ൽ എന്തുണ്ട്? വൈറ്റും റെഡുമായിട്ടുള്ള 2 ബോൾസ് ഉണ്ട്. അത് W എന്ന് കൊടുക്കുന്നു, റെഡിന് R എന്ന് കൊടുക്കുന്നു. അപ്പം അതുപോലെ തന്നെ B2വിന് ഇതുപോലെ തന്നെ എന്തുണ്ട്? വൈറ്റ് റെഡ് ബോൾസ് ഉണ്ട്. ഓക്കെ, B1 ഓക്കെ, ബിന് ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? മൊത്തത്തിൽ 2 ബോക്സാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2. ഓക്കെ, അതായത് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി അതേ രീതിയിൽ തന്നെ 2 ബോക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2. അതുപോലെ തന്നെ B2 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/2 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബോക്സിൽ വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? മൊത്തത്തിൽ എത്ര ബോളുണ്ട്? 7 ബോളുണ്ട്. എനിക്ക് എന്താണ്? വൈറ്റ് കിട്ടണം. അതായത് ടോട്ടൽ ഔട്ട്കം 7 ആണ്, ഫേവറബിൾ ഔട്ട്കം 4 ആണ്. ഓക്കെ, അതായത് 4/7. ഓക്കെ, 4/7 ആണ്, 4/7. അതുപോലെ തന്നെ റെഡ് കിട്ടാനുള്ളത് എന്താണ്? 3/7. അതുപോലെ തന്നെ സെക്കൻഡ് ബോക്സിൽ 3 വൈറ്റും 7 റെഡും ഉണ്ട്. വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി 3/10. ഇതെന്താണ്? 7. റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 7/10 ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ദ ബോൾ ഈസ് വൈറ്റ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഈസ് വൈറ്റ്. അപ്പം എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ഞാൻ എടുക്കുന്ന എന്ത് കിട്ടണം? എനിക്ക് വൈറ്റ് ബോൾ കിട്ടണം. ഓക്കെ, വൈറ്റ് ബോൾ കിട്ടണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് പ്രോബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കണം. ഓക്കെ, വൈറ്റ് ബോൾ കിട്ടുക. വൈറ്റ് ബോൾ എങ്ങനെ കിട്ടാം? ഒന്നെങ്കിൽ ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നു, അല്ലേ? ഫസ്റ്റ് ബോക്സ് ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എനിക്ക് വൈറ്റ് ബോൾ കിട്ടുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സെലക്ട് ചെയ്യുന്നു? സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എനിക്ക് വൈറ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പം പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോക്സ് ഇങ്ങോട്ട് എഴുതണേ. ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2. ഓക്കെ, ഫസ്റ്റ് ബോക്സ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 4/7. ഓക്കെ, അല്ലെങ്കിൽ വരുമ്പോൾ പ്ലസ്. അല്ലെങ്കിൽ എന്തും സെക്കൻഡ് ബോക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതായത് 1/2 എന്നത് സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു? വൈറ്റ് ബോൾ കിട്ടുന്നു. അതായത് 3/10. ഓക്കെ,
ഇത് ചെയ്യുമ്പം നമുക്ക് വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി കിട്ടും. അതായത് 61/140 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഒരു ഇക്വേഷൻ വെച്ച് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കുന്നത് എനിക്ക് എന്താണെങ്കിൽ ഫസ്റ്റ് ബോക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതായത് പ്രോബിലിറ്റി ഓഫ് B1 ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് എന്ത് കിട്ടുന്നു? വൈറ്റ് ബോൾ കിട്ടുന്നു. ഇവിടെ വൈറ്റിന് നമ്മൾ എടുക്കുന്ന എ എന്ന് പറഞ്ഞ ഇവൻ്റ് ആയിട്ടാണ്. അത് നമ്മളിടുന്ന പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 എന്നാണ്. എ ഗിവൺ B1 എൻ്റെ അർത്ഥം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് നടക്കുന്ന സംഭവമാണ്, നടക്കുന്ന സംഭവമാണ് ഇവിടെ ഇരുന്നത്. ഓക്കെ, അതായത് എനിക്ക് ഫസ്റ്റ് ബോക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് 4/7. അതാണ് P of A given B1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 4/7. ഓക്കെ, പ്ലസ് സെക്കൻഡ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പ്ലസ് സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്യുന്നു. അതായത് പ്രോബിലിറ്റി ഓഫ് B2 സെലക്ട് ചെയ്യുന്നു ഇൻറ്റു അത് ബോക്സ് സെക്കൻഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ്? സെക്കൻഡ് ബോക്സ് സെലക്ടിന് ശേഷം എനിക്ക് വൈറ്റ് ബോൾ കിട്ടുന്നു. അതായത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B2. ഓക്കെ, അതെന്താണ്? എ ഗിവൺ B2 എന്ന് എന്താണ്? എനിക്ക് സെക്കൻഡ് ബോക്സ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് 3/10 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആണ് 3/10. നിങ്ങൾ ടഫാണെങ്കിൽ ഈ ഇക്വേഷൻ ഇതുപോലെ എഴുതിയിട്ട് ഇത് നോക്കി എഴുതിയാലും മതി. അപ്പം 61/140 എന്ന ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ ബോൾ ഈസ് വൈറ്റ്, ബോൾ എന്താണ്? വൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് എന്താണ്? എനിക്ക് ബോൾ വൈറ്റാന്ന് കിട്ടി. അതായത് ബോൾ വൈറ്റാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി അത് നമ്മൾ എഴുതുന്നത് B1 ഗിവൺ എ. എൻ്റെ അർത്ഥം എന്താണ്? വൈറ്റ് ബോളാണെന്ന് തന്നിട്ടുണ്ട്. ഗിവൺ എന്ന് വരുമ്പോൾ ഇവിടെയാണ് എഴുതുന്നത്. ഓക്കെ, വൈറ്റ് ബോളാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി ഇവിടെ നമ്മൾ ബെയേഴ്സ് തിയറാണ് യൂസ് ചെയ്യുന്നത്. ബെയേഴ്സ് തിയറത്തിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് BI ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഡിവൈഡ് ബൈ ഇതാണ്. ഇവിടെ ഐക്ക് ഓവർ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ BI ആണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സ് ആണ്. അപ്പോൾ BIക്ക് പകരം B1 എന്ന് എഴുതാം. ഓക്കെ, അതായത് പ്രോബിലിറ്റി ഓഫ് എന്താണ്? B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഡിവൈഡ് ബൈ ഇവിടെ സമ്മേഷൻ J = 1 to K P of Bj ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ BJ. അതായത് ഇവിടെ കെ എണ്ണമുണ്ട് അല്ലേ? കെ ഇവൻറ്റ്സ് ഉണ്ട്. നമുക്കിവിടെ എത്ര ബോക്സേ ഉള്ളൂ? 2 ബോക്സേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതാം പ്രോബിലിറ്റി ഓഫ് P of B1 ഇൻറ്റു P of A ഗിവൺ B1 പ്ലസ് P of B2 ഇൻറ്റു P of A ഗിവൺ B2. അതായത് P of B1 ഇൻറ്റു P of A ഗിവൺ B1 പ്ലസ് P of B2 ഇൻറ്റു P of A ഗിവൺ B2. നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിട്ട് ടഫാണെന്ന് വിചാരിക്കേണ്ട. ഈ ഇക്വേഷൻ ഇതുപോലെ നമ്മൾ എഴുതുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് B1-ൻ്റെ ആണ് ഫസ്റ്റ് ബോക്സിൻ്റെ, അതായത് എ വൈറ്റ് ബോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്നാണുള്ള പ്രോബിലിറ്റി ആകുമ്പോൾ പ്രോബിലിറ്റി ഓഫ് B1 അതായത് ഫസ്റ്റ് ബോക്സ് ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 ഡിവൈഡ് ബൈ ഇവിടെ 2 ബോക്സേ ഉള്ളൂ. അതുകൊണ്ടാണ് P of B1 ഇൻറ്റു P of A ഗിവൺ B1 പ്ലസ് P of B2 ഇൻറ്റു P of A ഗിവൺ B2. 3 ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് P of B3 ഇൻറ്റു P
പി ഓഫ് A1 B3 എന്നൊക്കെ വന്നേനെ. ഇവിടെ ആകെ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മൾ വൈറ്റ് ബോൾ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഇതുപോലെ എഴുതി വെക്കുക. അത് നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൈറ്റ് കിട്ടി അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അതായത് നമ്മുടെ ഫെയറബിൾ ഔട്ട്കംസ് നോക്കിയാൽ മതി. അതായത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ്, സോറി, വൈറ്റാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ വൈറ്റാണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ നിന്ന് വൈറ്റാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാണ് പ്രോബിലിറ്റി. നമുക്ക് വേണ്ടത് ഇതാണ് അല്ലേ, ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ന്യൂമറേറ്ററിൽ 1/2 ഇൻറ്റു ഇവിടുത്തെ വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്, 4/7. ഓക്കെ, ഇതാണ് എന്ത് ന്യൂമറേറ്ററിൽ വരുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ വൈറ്റ് കിട്ടാം, ഒന്നെങ്കിൽ ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് വൈറ്റ് കിട്ടാം, അല്ലെങ്കിൽ സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്ത് വൈറ്റ് കിട്ടാം. അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, 1/2 ഇൻറ്റു ഫസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് വൈറ്റ് കിട്ടാം, അല്ലെങ്കിൽ സെക്കൻഡ് ബോക്സ് സെലക്ട് ചെയ്തു നമുക്ക് എന്ത് കിട്ടാം, വൈറ്റ് കിട്ടാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അല്ല പി ഓഫ് B1 എന്ന് പറയുന്നത് 1/2, പി ഓഫ് A given B1 എന്ന് പറയുന്നത് 4/7. ഓക്കെ, പി ഓഫ് B1 1/2, പി ഓഫ് A given B1 4/7, പി ഓഫ് B2 എന്ന് പറയുന്നത് 1/2, പി ഓഫ് A given B2 എന്ന് 3/10. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് 40/61 എന്നൊരു ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, വേണ്ട നമുക്ക് ഈ രീതിയിൽ നമുക്ക് 40/61 ആൻസർ നമുക്ക്. അപ്പോൾ ഈ രീതിയിലാണ് ബെയേഴ്സ് തിയറം ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് വൈറ്റ് ആണ് അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് ബോക്സിൽ നിന്ന് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ത്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതെന്തായിരിക്കും, ബെയേഴ്സ് തിയറം ആയിരിക്കും. ഓക്കെ.